ഹായ് വാലിബൻ മലൈക്കോട്ടെ വാലിബൻ. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ സിനിമയെ കുറിച്ച് ആദ്യമേ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നോട്ട് എവരി വൺ കപ്പ് ഓഫ് ടീ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയേ ആവില്ല. അത് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം ഒരു കംപ്ലീറ്റ് ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഒരു LJP സിനിമ തന്നെയാണ്. ഈ LJP സിനിമയുടെ ഒരു പ്രശ്നം എന്ന് ആളുകൾ പറയുന്നത്, അല്ലെങ്കിൽ പൊതുവെ ഒരു LJP സിനിമ എന്ന് പറയുമ്പോൾ ഒരു സിഗ്നേച്ചർ തന്നെ ഉള്ളിൽ അർത്ഥമുണ്ട്. പക്ഷെ അങ്ങനൊന്നും മനസ്സിലാവില്ല. മനസ്സിലായാൽ രക്ഷപ്പെട്ടു. അപ്പോൾ ആ ഒരു സംഭവം ഈ സിനിമയിലുണ്ട്. ഇപ്പോൾ ജല്ലിക്കെട്ട് പോലെയുള്ള സിനിമകളിലൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞു കേട്ടിരുന്നത് തന്നെയാണ്. ചില ആളുകൾ പറയും പോത്തിന്റെ പിന്നാലെ കുറെ ആളുകൾ ഓടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ് കേട്ടിരുന്നു. അതുപോലെ ഇതിന്റെ ഒരു ഉള്ളിലുള്ള സംഭവം, ആ ഒരു കോർ മനസ്സിലാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോ അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് റിവ്യൂലേക്ക് വരാം. അതുകൊണ്ട് സിനിമയ്ക്ക് പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒരു LJP മൂവി കാണാൻ പോകണമെന്നുള്ള മൈൻഡോടുകൂടി പോവുകയാണെങ്കിൽ രക്ഷപ്പെട്ടു. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വളരെ മോശം ദയനീയാവസ്ഥയുള്ള ഒരു സിനിമ കാണുന്ന പോലെ കാണേണ്ടി വരും. എന്താണ് പോസിറ്റീവ്സ് എന്ന് ചോദിച്ചാൽ എടുത്തു പറയേണ്ടത് ഫ്രെയിമാണ്. ഫ്രെയിം എന്നൊക്കെ പറഞ്ഞാൽ മാരകമായിട്ടുള്ള ഫ്രെയിം, വിഷ്വൽ ഒരു ട്രീറ്റ് തന്നെയാണ്. ഒരു 100% നമ്മൾ തീർച്ചയായിട്ടും പോയിരുന്ന് തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമയാണ്. നമ്മൾ മൊബൈലിൽ കണ്ടാൽ ഒരിക്കലും, ഇപ്പോൾ നമ്മൾ ചില സിനിമകൾ പറയും മൊബൈൽ കണ്ടാലും കുഴപ്പമില്ല, OTT വന്നിട്ട് കണ്ടാൽ മതി എന്നൊക്കെ. ഒരു പക്ഷേ സ്റ്റോറിയും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ കണ്ടാലും മതി. പക്ഷെ വിഷ്വൽ അത് തീർച്ചയായിട്ടും ആ ഒരു ബിഗ് സ്ക്രീനിൽ പോയി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അമ്മാതിരി വിഷ്വൽസ് ആണ്. ഒരു പക്ഷേ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്തരത്തിൽ ഫ്രെയിം ചെയ്തിട്ടുള്ള സിനിമ എന്റെ ഓർമ്മയിൽ, സിനിമ കണ്ട് ഇത്രയും നേരം ഈ റിവ്യൂ ചെയ്യുന്ന സമയം വരെ എന്റെ ഓർമ്മയിൽ ഒരു സിനിമ വരുന്നില്ല. അത്തരത്തിൽ ഗംഭീരമായിട്ടുള്ള വിഷ്വൽസ് ആണ്. അത് ഇതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ആണ്. പിന്നെ BGM, ഇത് മേക്ക് ചെയ്തിരിക്കുന്ന രീതി, അതാ ഞാൻ പറഞ്ഞത് LJP ആണ്. 100% LJP ആണ്. പ്രതിഭയും പ്രതിഭാസവും നിൽക്കുന്നു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്രതിഭയാണ്. LJP എന്ന് പറയുന്ന ഡയറക്ടറുടെ ആ ഒരു പ്രതിഭയാണ് ഇതിൽ എടുത്ത് കാണുന്നത്. 100% ഒരു ശതമാനം പോലും കുറക്കാനില്ല. LJP മൂവിയാണ്. അതിന്റെ പോരായ്മകളുണ്ട്, അതിന്റെ പോസിറ്റീവ്സും ഉണ്ട്. പോരായ്മകൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളിൽ അർത്ഥമുണ്ട്, പക്ഷെ മനസ്സിലാവില്ല എന്നുള്ളതാണ്. അത് മനസ്സിലാവാണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലാഗ് അടിക്കും. ഫസ്റ്റ് ഹാഫിലേക്ക് വരുമ്പോൾ ശോകാവസ്ഥയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. വിഷ്വൽസ് ഗംഭീരമായി നിന്നപ്പോഴും ഒരുപാട് സ്ഥലങ്ങളിൽ ലാഗ് അടിക്കുന്ന പോലെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ മനോഹരമായിട്ട് കുറെ കാര്യങ്ങൾ പോയി. എസ്പെഷ്യലി ഇതിന്റെ ഇൻട്രോ സീനൊക്കെ മനോഹരമായിട്ടുള്ള സീനായിരുന്നു. അതിലൊരു ചില ഫ്രെയിം, അത് ലാലേട്ടൻ ഇറങ്ങി നിൽക്കുന്ന ലോ ആംഗിൾ, ആ കാലിന്റെ മാത്രം ഒരു ഫ്രെയിമൊക്കെ ഉണ്ട്. ഗംഭീര ഫ്രെയിം. ആ സമയത്തുള്ള BGM അടക്കം അടിപൊളിയായിരുന്നു. പക്ഷെ തിയേറ്റർ കുലുങ്ങും പൊടിപാറെന്ന് പറഞ്ഞ സാധനങ്ങളൊന്നുമില്ല. മരുഭൂമിയിൽ നിന്ന് പൊടിപാറുന്ന ആ പൊടിപാറലല്ലാതെ ടിനു പാപ്പച്ചൻ പറഞ്ഞ പോലൊരു സാധനമൊന്നുമില്ല. അത് പുള്ളിക്കാരന്റെ എക്സൈറ്റ്മെന്റ് ലെവൽ കൊണ്ട് പുള്ളിക്കാരൻ അത് പറഞ്ഞതായിരിക്കും. അത്രമാത്രം തോന്നിയില്ലെങ്കിലും മനോഹരമായിട്ടുള്ള ഇൻട്രോ ആയിരുന്നു. ഭയങ്കര രസമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ലാലേട്ടനെ കാണിക്കുന്നതും ലാലേട്ടൻ്റെ അവിടെ ഉള്ള പെർഫോമൻസും ഒക്കെ മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ എൻഗേജിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. ഫസ്റ്റ് ഹാഫിനേക്കാൾ കുറച്ചുകൂടെ എൻഗേജിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. പക്ഷെ അപ്പോഴും അവിടെ ഇവിടെ കുറേ സ്ഥലങ്ങളിൽ നമുക്കത് കണക്ട് ആവാണ്ട് പോയ കുറേ സാധനങ്ങളുണ്ട്. അതൊരു പക്ഷെ രണ്ടാമതോ മൂന്നാമതോ ഒക്കെ കാണുമ്പോഴായിരിക്കും ശരിക്കും നമുക്ക് ഇത് ഇന്നതായിരുന്നു ഒക്കെ മനസ്സിലാവുക. അതായത് സിനിമ ആദ്യം നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുന്നതിനേക്കാൾ ഉപരി പിന്നീട് പതിയെ പതിയെ ഇതിന്റെ OTTക്ക് ഇറങ്ങുമ്പോഴേക്കും ഒരു പക്ഷേ ഈ ഡബിൾ ബാരൽ ഒക്കെ ഇറങ്ങിയിരുന്ന പോലെ, അല്ലെങ്കിൽ ജല്ലിക്കെട്ട് പോലെ ഒക്കെ തന്നെ പിന്നീട് അത് വലിയ രീതിയിൽ ചർച്ചയാവാൻ സാധ്യതയുള്ള എല്ലാ എലമെന്റ്സും സിനിമയിലുണ്ട്. അത്തരത്തിൽ വലിയ വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ പല ആളുകളും ചോദിക്കേണ്ടിരുന്നു എന്താ പറയാ, അതിമനുഷ്യൻ എന്ന് പറയും, അല്ലെങ്കിൽ മനുഷ്യനല്ലാത്ത സൂപ്പർ ഹീറോ പോലെയുള്ള ഒരു കഥാപാത്രമാണോ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആണെന്ന് പറയേണ്ടി വരും പലപ്പോഴും. കാരണം അത്തരത്തിലുള്ള ഒരുപാട് സീക്വൻസ് സിനിമയിലുണ്ട്. ഇതിന്റെ എൻഡിലേക്ക്, ക്ലൈമാക്സിലൊക്കെ വരുമ്പോൾ പറഞ്ഞു നിർത്തിയിരിക്കുന്ന ഒരു രീതിയും അങ്ങനെ തന്നെയാണ്. സെക്കൻഡ് ഹാഫ് വരാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ തീർച്ചയായിട്ടും തോന്നിയിരുന്നു സെക്കൻഡ് ഹാഫ് വന്നാൽ അയ്യോ അതിന്റെ ഒരു ആവശ്യമില്ല കേട്ടോ എന്ന് പറയാൻ തോന്നുമെങ്കിലും അവസാനം കൊണ്ട് നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥ, അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫീൽ, അത് വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ സെക്കൻഡ് ഹാഫ് വരികയാണെങ്കിൽ ഇനി എന്ത് സംഭവിക്കും എന്ന് അറിയാമായിരുന്നു എന്നുള്ളൊരു ത്വരയൊക്കെ ഒരു പരിധി വരെ ഉണ്ടാക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ പിന്നീട് ഇത് വലിയൊരു ചർച്ചയാവാനുള്ള സിനിമയാണ്. ഒരു പക്ഷെ ഞാനിത് പറയുമ്പോൾ ഒരുപാട് ആളുകൾ താഴെ വന്നിട്ട് ഒട്ടുമില്ല, നീ വെറുതെ അങ്ങനെ പറയണ്ട ഇങ്ങനെ പറയണ്ട, ഒട്ടും ഇല്ലാത്ത വളരെ മോശം എന്നൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട്. അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത്. പക്ഷെ പിന്നീട് നമ്മൾ ഇരുന്ന് ചിന്തിക്കുന്ന സമയത്ത് ഒരുപാട് കണക്ഷൻസ് ഇങ്ങനെ കുറേ സ്ഥലങ്ങളിൽ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ പിന്നീട് നമ്മൾ ഒന്നുകൂടെ കാണുമ്പോൾ ഒരു പക്ഷെ ഞാൻ തീർച്ചയായിട്ടും വൈഫായിട്ട് ഒന്നുകൂടെ പോയി കണ്ടു വരും.
അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ OTT ഇറങ്ങിയിട്ട് വീണ്ടും കാണുമ്പോൾ ഇത് വലിയ രീതിയിൽ ചർച്ചയാവാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ BGM മറ്റു കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഒരു കംപ്ലീറ്റ്ലി ഒരു പഴയ ഒരു 80s സിനിമകൾ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ ബോളിവുഡ് സിനിമകളൊക്കെ. ഷോലയൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ പറഞ്ഞു കേട്ടു. ശരിയാണ്, ഷോലെ പോലത്തെ സിനിമകളിലൊക്കെയുള്ള ഇപ്പൊ തോക്ക്, ഗൺ യൂസ് ചെയ്യുന്ന സമയത്ത് ആ വെടിവെക്കുന്ന വോയിസ് പോലും കംപ്ലീറ്റ്ലി ആ ടൈമിലുള്ള സിനിമകളുടെ ഒരു, ഇപ്പൊ അമരീഷ് പുരി അദ്ദേഹത്തിന്റെ ഒക്കെ പഴയ സിനിമകളൊക്കെ കാണുന്ന സമയത്തുള്ള ആ ഒരു ഫീല് ഭയങ്കരമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലൊരു മോശമായിട്ട് തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ലാലേട്ടൻ ഒഴികെയുള്ള മറ്റ് കഥാപാത്രങ്ങളുടെ ഡയലോഗ് ഡെലിവറി കംപ്ലീറ്റ്ലി ഒരു ഒരു ഡ്രാമാറ്റിക് ആയി പോയി. ഒരു നാടകത്തിൽ പറയുന്ന അതേപോലെ. അപ്പോ എടുത്തു പറയേണ്ടത് ഇതില് ഒരു നൃത്തക്കാരിയായിട്ട് വരുന്ന ഒരാളുണ്ട്. ഒരു മയിലിനെ തേടി, എന്റെ മയിൽ സ്വാമിയെ തേടി പോയി എന്നും പറഞ്ഞ് വെറുപ്പിക്കുകയാണ്. ഭയങ്കര വെറുപ്പിക്കലാണത്. പോരാത്തതിന് അതിലെ പാട്ടാണെങ്കിൽ എന്താണ്, ആ താഴെപ്പുരം മേലെപ്പുരം വേൽപുരി പാനിപ്പുരി മസാൽപുരി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അങ്ങനെ കുറെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര ഭയങ്കര വെറുപ്പിയിലായിരുന്നു. ആ കഥാപാത്രത്തെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ചടച്ചു പോകുന്ന രീതിയിൽ കുറെ സാധനങ്ങളുണ്ട്. അതുപോലെ കുറെ കഥാപാത്രങ്ങളുടെ ഡയലോഗ് ഡെലിവറി ഭയങ്കര മോശമായിട്ട് തോന്നി. പക്ഷെ ലാലേട്ടനിലേക്ക് വരുമ്പോൾ അത് കുറച്ച് നാച്ചുറൽ ആയിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അത് കുറച്ച് രസമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഇതില് വിഷ്വൽ കൊണ്ട് ഭയങ്കര മനോഹരം എന്ന് തോന്നുന്ന രീതിയിൽ വിഷ്വൽസ് റിച്ച് ആയിട്ട് വരുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന മാസ്, അത് ഒരു പഞ്ച് കിട്ടാത്ത പോലെ ഫീൽ ചെയ്തു. കാരണം ഇപ്പൊ ഈ ഇൻട്രോ സീനിലടക്കം അതിനുശേഷമുള്ള ഒരുപാട് മാസ് സാധനങ്ങളുടെ വിഷ്വൽ അതിമനോഹരമാണ്. അത് നമുക്ക് ഭയങ്കര ഗൂസ് ബംസ് ഉണ്ടാക്കുന്ന രീതിയിൽ വിഷ്വൽ വന്നിട്ടുണ്ട്. പക്ഷെ ആ ഫ്രെയിം വന്നിട്ടുണ്ട്. പക്ഷെ ആ ഡയലോഗ് ഡെലിവറിയോ അല്ലെങ്കിൽ ആ സീനിന്റെ ഒരു അഭിനയത്തിലൊക്കെ കൂടെ വരുന്ന ഒരു പഞ്ച്, ഒരു ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലേക്ക് നമ്മളിലേക്ക് വരാത്തൊരു ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഉടനീളം ഫീൽ ചെയ്തു. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ LJP മൂവിയാണ്. LJP കണ്ട ഒരു സംഭവം ഉണ്ടാവും. ആ വിഷൻ എന്താണോ അത് കറക്റ്റ്, അല്ലെങ്കിൽ ഒരു 80% നമുക്ക് കണക്ട് ആയി കഴിഞ്ഞാൽ ഇതൊരു ഗംഭീര സിനിമയായിട്ട് തന്നെ ഫീൽ ചെയ്യും. അല്ലാത്ത പക്ഷം ഇത് ഒരു മോശം സിനിമയാണ് എന്നുള്ള അഭിപ്രായമായിരിക്കും കൂടുതലും വരിക. ഞാൻ ഈ പറഞ്ഞ പോലെ നോട്ട് എവരി വൺ കപ്പ് ഓഫ് ടീ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സിനിമയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് 100% ഒരു ലിജോ മൂവിയാണ് എന്നുള്ള ആ ഒരു ഉറപ്പിൽ, ആ ഒരു ധാരണയിൽ തന്നെ സിനിമ കാണാൻ ശ്രമിക്കുക. കാണുന്ന ഓരോ വിഷ്വലും ഓരോ ഓരോ സംഭവങ്ങളും ഇത് LJP മൂവിയാണ്, അതുകൊണ്ട് ഇതിന് പിറകിൽ എന്തുകൊണ്ട് എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാവും. എന്തായാലും മൊത്തത്തിൽ എന്നെ സംബന്ധിച്ചോളം ഒരു ഒരു ആവറേജ് എന്ന് പറയുന്നില്ല, ഒരു എബോ ആവറേജ് ഫീൽ കിട്ടിയ ഒരു സിനിമയാണെന്ന് പറയേണ്ടി വരും. പക്ഷെ വിഷ്വൽസ്, BGM, അത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇതിന്റെ മേക്കിംഗ് സ്റ്റൈൽ, അതുകൊണ്ട് ഇതൊരു ബ്ലോക്ക് ബസ്റ്റർ ആണെന്ന് പറയാം. അത്തരത്തിലുള്ള വിഷ്വൽസ് ആണ്. ആ വിഷ്വൽസ് സീരിയസ്ലി മലയാള സിനിമയിൽ എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ഫ്രെയിം നമ്മൾ വേറെ ഒരു സിനിമയിലും കണ്ടിട്ടില്ല. മേ ബി ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഫ്രെയിമിംഗ് കാണാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചൊരു 7 ഔട്ട് ഓഫ് 10 ഒക്കെ കൊടുക്കാവുന്ന, കാരണം എനിക്ക് വിഷ്വൽ ഉള്ളിൽ ഉള്ളതുകൊണ്ട് നമുക്ക് ഒട്ടും കുറയ്ക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള വിഷ്വൽസ് ആണ്. സോ എന്തായാലും കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റിൽ രേഖപ്പെടുത്തുക. കാണാൻ പോകുന്ന ആളുകൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് പോയിക്കോട്ടെ. കാരണം കണ്ടതിന് ശേഷം മോശം എന്നുള്ള അഭിപ്രായം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സോ അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ